ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ റെയിൽവേയുടെ തന്നെ RRB മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയുടെ പോസ്റ്റ് ഓൾറെഡി വിളിച്ചതാണ് അല്ലേ. നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. റെയിൽവേയുടെ തന്നെ ഫൈനൽ എക്സാമിനേഷൻ ആയിട്ട് നടത്തുന്ന ഒന്നായിരുന്നു നമ്മുടെ റെയിൽവേയുടെ മിനിസ്റ്റീരിയൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറീസിന് വേണ്ടിയായിട്ട് അവർ നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് മിനിസ്റ്റീരിയൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഇപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏതിലാണ്? നമ്മുടെ ടീച്ചിങ് വാക്കൻസീസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി കുറച്ച് പോസ്റ്റുകളും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് പോസ്റ്റുകൾ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തെന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും RRBയുടെ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞോളൂ. അതിന് മുന്നേ എപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്യാം, ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളവരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. 7-ാം തീയതി ജനുവരി 7 തൊട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ആണ്, ലൈവായിട്ട് റണ്ണിങ്ങും ആണ്. എന്നാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 6 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ഫെബ്രുവരി 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. മാത്രമല്ല അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 9 ഫെബ്രുവരിയിലാണ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ്. എക്സാം ഡേറ്റ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യുന്നതിനുള്ള നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് SC ST PWD വിമൺ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് EBC എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ആണെങ്കിൽ എത്രയാണ്? 250 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത് കേട്ടോ. 250 ആണ് വരുന്നത്. അതർ കാറ്റഗറീസ് ആണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. അതർ കാറ്റഗറീസ് ആണെങ്കിൽ 500ഉം SC ST PWD വിമൺ ട്രാൻസ്ജെൻഡർ കാറ്റഗറീസ് ആണെങ്കിൽ 250 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലാക്കി വയ്ക്കുക. എത്ര സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. കാരണം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രം, ഒരു ടയർ മാത്രമുള്ള എക്സാമിനേഷനാണ് മിനിസ്റ്റീരിയൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും ആണ്. ആ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലാണ്. നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകൾക്ക് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കില്ലാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നി നിങ്ങൾ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇപ്പോൾ വിളിച്ചിട്ടില്ല, അല്ലാത്ത തവണയൊക്കെ സ്റ്റെനോഗ്രാഫർ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ സ്റ്റെനോഗ്രാഫി സ്കില്ല് ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ടെസ്റ്റുകളുണ്ട്, ജൂനിയർ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വിളിക്കാറുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഏതാണോ നിങ്ങൾ നടത്തുക, ഇപ്പോൾ ലൈബ്രറിയൻ ആണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വാക്കൻസി, നിങ്ങളുടെ സ്കില്ല് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടീച്ചിങ് സ്കിൽ ടെസ്റ്റും ഉണ്ട് കേട്ടോ. ടീച്ചിങ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടീച്ചിങ്ങിൻ്റെ സ്കിൽസും അവരെന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പാസ് ആപ്ലിക്കബിൾ ഏത് പോസ്റ്റാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ പോസ്റ്റിനനുസരിച്ചിട്ടുള്ള എന്തുണ്ട്, നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റിംഗ് ആയി എന്നുള്ളൊരു കാര്യമാണ്. റെയിൽവേയിലാണ് ജോലി, നല്ല ജോലിയാണ്. റെയിൽവേ സ്കൂളുകളിലും റെയിൽവേയുടെ തന്നെ മറ്റ് ഓഫീസർ വർക്കാണ് ഏതിൽ വരുന്നത്, ഈ മിനിസ്റ്റീരിയൽ പോസ്റ്റിൽ വരുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന എക്സാമിനേഷൻ പാറ്റേൺ ഒരു ടയർ ആണെന്ന് പറഞ്ഞു. ടയറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ എബിലിറ്റി എന്നുള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത്, ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ട്. കെമിസ്ട്രി പഠിക്കുന്നവർക്കും ഫിസിക്സ് മാത്സ്. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങളുടെ മെയിൻ എന്നുള്ളത് ആ മെയിൻ സബ്ജക്റ്റിൻ്റെ പ്രൊഫഷണൽ എബിലിറ്റി ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ആലോചിക്കുക. 50 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ്. മാക്സിമം മാർക്ക് 50 ആണ്. അതായത് ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് കേട്ടോ. 100 ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ എബിലിറ്റി. നിങ്ങൾ ഏത് നിങ്ങളുടെ മേജർ സ്ട്രീം ഏതാണോ ആ സ്ട്രീമിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത്തത് ജനറൽ അവയർനെസ് GK കാറ്റഗറിയാണ് 15 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് 15 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ റീസണിംഗ് 15, GK 15, മാത്സ് 10, ജനറൽ സയൻസ് 10. ജനറൽ സയൻസിനും 10 മാർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി മാത്രം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോകണം എന്നുള്ളൊരു കാര്യമുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ റെയിൽവേയുടെ കാറ്റഗറി വരുന്ന റീസണിങ്, മാത്സ്, സയൻസ്, GK തന്നെയാണ്. 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും എന്നുള്ള നെഗറ്റീവ് മാർക്കിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. 100 ക്വസ്റ്റ്യന് 100 മാർക്ക്. നമുക്കുള്ള ടൈം 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ച്, നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ എക്സാം റിലീസും ചെയ്തിട്ടില്ല, ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം സാവകാശം പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അവരുടെ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ വേക്കൻസി വിളിച്ചിട്ടുള്ളത് 1036ഓളം വാക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചിട്ടുള്ള വാക്കൻസി ലിസ്റ്റിംഗ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ടീച്ചിങ് ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി വിളിച്ചിട്ടുള്ളതും ടീച്ചിങ്ങിൽ തന്നെയാണ്. അപ്പോൾ ടീച്ചിങ് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്, ഇപ്പോൾ
കേന്ദ്ര വിദ്യാലയം അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇതുവരെ അനൗൺസ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ് ഈ ടീച്ചിങ് പ്രൊഫഷൻ. അതും റെയിൽവേയിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. റെയിൽവേയിൽ കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ KVS പോലെയുള്ള എക്സാംസ് എഴുതാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിനും എന്തുണ്ട് ഒരു ചാൻസ് ഉണ്ടെന്ന കാര്യം ആലോചിക്കുക. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വേക്കൻസി ഉണ്ട്. TGT ടീച്ചേഴ്സ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് ചാൻസ് ഉണ്ട്. അതിന് 338ഓളം വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 338ഓളം വാക്കൻസി TGT ടീച്ചേഴ്സിനും PGTക്ക് 187ആണ്. പിന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി അറിയുന്നുള്ളവർക്കുള്ളതാണ് കേട്ടോ. ജൂനിയർ ട്രാൻസ്ലേറ്റേഴ്സിന് 130 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയൊക്കെ പഠിച്ചവരാണെങ്കിൽ അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാം, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചവരുമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സ്കിൽസ് ഓൾറെഡി പഠിച്ചു വെച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ് സയന്റിഫിക് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എർഗണോമിക്സ് ആൻഡ് ട്രെയിനിങ് പഠിച്ചവർക്ക് ഒരു 3 വാക്കൻസി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചീഫ് ലോ അസിസ്റ്റന്റ് ലോ പഠിച്ചവർക്ക് ഒരു 54 വാക്കൻസി, പബ്ലിക് പ്രോസിക്യൂട്ടറിൽ ഒരു 20 വാക്കൻസി, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ നമ്മുടെ PT ഒക്കെ പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാജുവേഷൻ ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് 18 വാക്കൻസി. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇനി അത് സയന്റിഫിക് അസിസ്റ്റന്റ് ട്രെയിനിങ് 2 വാക്കൻസി. ഇത്രയും ചെറിയ വാക്കൻസി ഉള്ളതിനൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടറിന് ഒരു 3 വാക്കൻസി, സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഒരു 59 വാക്കൻസി, ലൈബ്രറിയൻ കോഴ്സ് ഒക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഒരു 10 വാക്കൻസി ഉണ്ട്, മ്യൂസിക് ടീച്ചർ ഫീമെയിലിനാണെങ്കിൽ ഒരു 3 വാക്കൻസി ഉണ്ട്, പ്രൈമറി റെയിൽവേ ടീച്ചർ അതുപോലെ നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഉണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈമറി റെയിൽവേ ടീച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സബ്ജക്ട്സുകൾക്ക് പ്രൈമറി ടീച്ചേഴ്സിനെയും വേണം. അതിനൊരു 188 വാക്കൻസി ഉണ്ട്. കൂടുതൽ വാക്കൻസി വിളിച്ചിട്ടുള്ള ടീച്ചിങ്ങിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് ടീച്ചർ ജൂനിയർ സ്കൂളിനാണെങ്കിൽ 2 വാക്കൻസി, ലബോറട്ടറി അസിസ്റ്റന്റ് സ്കൂളിലെ ലാബ് അസിസ്റ്റന്റിനൊക്കെ ഒരു 2 വാക്കൻസി, അതുപോലെ നമ്മുടെ ലബോറട്ടറി ആൻഡ് ഗ്രേഡ് 2 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റിനാണെങ്കിൽ ഒരു 12 വാക്കൻസി. അങ്ങനെ ലാബ് അസിസ്റ്റന്റും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വാക്കൻസീസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏജ് കാറ്റഗറിയും കൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് അത്യാവശ്യം ഏജ് ഒക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണെങ്കിൽ 18 തൊട്ട് 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. സയന്റിഫിക് സൂപ്പർവൈസർ ആണെങ്കിൽ 18 to 38, ഏകദേശം 40+ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 മാത്രമാണ് 33 എന്ന് പറയുന്ന ഒരു ഏജിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3, കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് മാത്രമാണ് 18 to 33. ബാക്കി എല്ലാത്തിനും ഏകദേശം 40+ എന്നുള്ള 38, 43, 48 റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ഏജ് കാൻഡിഡേറ്റ്സ് വരുന്നത് കേട്ടോ. ലൈബ്രറിയൻ ആണെങ്കിൽ 18 to 33 ആണ്. 18 to 33 ഇയേഴ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് ഫസ്റ്റ് വാക്കൻസി വിളിച്ചിട്ടുള്ളത് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അതിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിന് അവർ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ നോക്കി പോവാം. നമുക്ക് പേ സ്കെയിൽ വരുന്നത് 8th പേ സ്കെയിലാണ്. 47,600 രൂപയാണ് നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത്. ബേസിക് അപ്പോൾ ബേസിക് 47,000 അടുപ്പിച്ച് നിൽക്കുന്നെങ്കിൽ ഇൻ ഹാൻഡ് നിങ്ങൾക്ക് മോർ ദാൻ 50+ എന്ത് വരാറുണ്ട്, 50,000+ സാലറി ഉറപ്പായിട്ടും വരും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 ആണ് കേട്ടോ. നമുക്ക് കണ്ണാടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റാണ് C2 പോസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കൊമേഴ്സ് ആണ് ഇപ്പം ഇവിടെ എടുത്തിട്ടുള്ളത്. പക്ഷേ കൊമേഴ്സ് മാത്രമല്ല PGT വിളിച്ചിട്ടുള്ളത്, ഹിന്ദി വിളിച്ചിട്ടുണ്ട്, പൊളിറ്റിക്സ് വിളിച്ചിട്ടുണ്ട്, ഏകദേശം എല്ലാ സബ്ജക്റ്റും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതിനു വേണ്ടി? പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് MSc ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലേ, അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്കേ അവർ ചോദിക്കുന്നുള്ളൂ. 50% മാർക്കേ അവർ ചോദിക്കുന്നുള്ളൂ. പിന്നെന്താണ്, ഇപ്പോൾ ഇതിൽ കൊമേഴ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് MCOM ആണ് ചോദിക്കുന്നത്. കൊമേഴ്സ് ആയതുകൊണ്ട് MCOM ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തും വേണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് B.Ed നിർബന്ധമാണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് B.Ed നിർബന്ധമാണ്. ഒരു ഇക്വലന്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞത്. B.Ed അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് ഡിഗ്രി അതിനനുസരിച്ച് ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊഫഷൻസി ഇൻ ടീച്ചിങ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയംസ്, ഹിന്ദിയും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യം യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡിസൈറബിൾ ആയിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഹിസ്റ്ററിയിലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. B.Ed ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം.
രണ്ടും വേണം കേട്ടോ, എല്ലാം വേണം. പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, B.Ed വേണം, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എന്ത് വേണം, പ്രൊഫഷൻസി, ടീച്ചിങ് ചെയ്യാനുള്ള, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടീച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഹിന്ദി മസ്റ്റായിട്ട് പറയുന്നതല്ല, ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് ഏത് സബ്ജക്റ്റ് ആയാലും, മാത്സ് ആയാലും, ബയോളജി ആയാലും, ഫിസിക്സ് ആയാലും, കെമിസ്ട്രി ആയാലും, ഹോം സയൻസ് ആയാലും, ബംഗാളി ആയാലും, ഇംഗ്ലീഷ് ആയാലും, കമ്പ്യൂട്ടർ സയൻസ് ആയാലും, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയാലും. ഫിസിക്കൽ എഡ്യൂക്കേഷനും സെയിം കാറ്റഗറിയാണ് പറയുന്നത് കേട്ടോ. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, B.Ed ഉണ്ടായിരിക്കണം, പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടറിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. ഇതാണ് PGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ എന്ത് പറയുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കേട്ടോ. അപ്പോൾ PGTയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇത്രയാണ് പറയുന്നത്. അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. B.Ed, മാസ്റ്റേഴ്സ് ഡിഗ്രി, പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മീഡിയം, കമ്പ്യൂട്ടറിൻ്റെ ഡിസൈറബിൾ നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഇതിന് എല്ലാത്തിനും കേട്ടോ. ഇത്രയും കാൻഡിഡേറ്റ്സിന്, ഇത്രയും കാറ്റഗറീസിന് നിങ്ങൾക്ക് വാക്കൻസി ഉണ്ട് കേട്ടോ. കൊമേഴ്സിന്, ഹിന്ദിക്ക്, പൊളിറ്റിക്സിന്, ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യോളജി, എക്കണോമിക്സ്, ബംഗാളി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹോം സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, ഇത്രയും സബ്ജക്ട്സിനും PGT വാക്കൻസി ഉണ്ട്. ഓക്കെ, ഇതേ ക്വാളിഫിക്കേഷനാണ്, സെയിം ക്വാളിഫിക്കേഷൻ. ഇനി നമുക്ക് വേണ്ടത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്യാം. അതിന് എന്ത് വേണ്ട, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് പറയുന്നില്ല, ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താണ്, 44,000 ആണ് സാലറി പാക്കേജിങ് പറയുന്നത്. മറ്റേടത്ത് നമുക്ക് 46,000 പ്ലസ് എന്നുള്ള രീതിയിലായിരുന്നു, ഇവിടെ 44,000 ഏകദേശം എന്താണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ്. മറ്റേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ സീനിയോറിറ്റി കാണും. ഇതെന്താണ് കുറച്ചും കൂടെ സീനിയോറിറ്റി കുറവായതുകൊണ്ടാണ് 44,000. എന്തായാലും സാലറി നമ്മുടെ ഇൻ ഹാൻഡ് വരുമ്പോൾ നമുക്ക് എത്ര വരും, റെയിൽവേയിലാണ്, അതുകൊണ്ട് 50,000 പ്ലസ് തന്നെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതിലൊരു ഡൗട്ടും ഇല്ല. മിനിമം ഏജ് 18 to 48 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് നോക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയല്ല, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്, TGT ടീച്ചേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെന്താണ്, ഗ്രാജുവേഷൻ. ഇതിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് 2 year ഡിപ്ലോമ ഇൻ നമ്മുടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഒന്നി നിങ്ങൾക്ക് ഗ്രാജുവേഷൻ പ്ലസ് എന്തുണ്ടായിരിക്കണം, DLED എന്ന് പറയുന്ന ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താണ് 50% മാർക്ക് ഇൻ ഗ്രാജുവേഷൻ. ഗ്രാജുവേഷനിൽ 50% മാർക്കും പ്ലസ് എന്താണ് B.Ed പ്ലസ് B.Ed 50% മാർക്ക് ഗ്രാജുവേഷനിൽ ഉണ്ടായിട്ട് നിങ്ങൾ B.Edനാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് B.Ed പോയവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രെയിൻഡ് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡറേഷൻ ആണ്. ഗ്രാജുവേഷൻ ഉള്ളവർക്കാണെങ്കിൽ 2 വർഷത്തിന് എന്തും കൂടെ വേണം, എലമെൻ്ററി എഡ്യൂക്കേഷനും കൂടെ വേണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഗ്രാജുവേഷൻ ഡിഗ്രി മാത്രമേ കംപ്ലീറ്റ് ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് എന്തും കൂടെ വേണം, B.Edും കൂടെ വേണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് വിത്ത് അറ്റ്ലീസ്റ്റ് 45% മാർക്ക് ആൻഡ് 1 year ബാച്ചിലേഴ്സ്. 1 വർഷത്തിൻ്റെ B.Ed ഉള്ളവർക്കും എന്ത് ചെയ്യാം, NCTEയുടെ B.Ed ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് 12ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ DLED, നമ്മുടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ, VLED എന്ന് പറയുന്ന എലമെൻ്ററി എഡ്യൂക്കേഷൻ പഠിക്കാം. 4 വർഷത്തിൻ്റെ എലമെൻ്ററി എഡ്യൂക്കേഷൻ പഠിച്ചവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ 12th സ്റ്റേജ് 50% മാർക്ക് 4 year BA അല്ലെങ്കിൽ BSc EAD എന്ന് പറയുന്ന B.Ed പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ഓർ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വേണ്ടത് ഗ്രാജുവേഷൻ പ്ലസ് B.Ed എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഗ്രാജുവേഷൻ പ്ലസ് B.Ed ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന്, ഇതാണ് അതിൻ്റെ മിനിമം കണ്ടീഷൻസ് കേട്ടോ. ഓർ കുറേ കൊടുത്തിട്ടുണ്ട്. ഈ ഓറിൽ എന്തെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് വിത്ത് മിനിമം 55% മാർക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ B.Ed പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ്, TET ഒക്കെ പാസ്സായവർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് എന്ത് വേണം, ഗ്രാജുവേഷൻ പ്ലസ് DLED അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് B.Ed വേണം കേട്ടോ. B.Ed വേണം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ സബ്ജക്റ്റിനാണ് അങ്ങനെ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആർട്സ്. ഈ ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് ആർട്സ് ആയിരിക്കും. അപ്പോൾ ഗ്രാജുവേഷൻ ഇൻ ആർട്സ് ആൻഡ് 2 year ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, മാത്സ്. അപ്പോൾ ഈ സാൻസ്ക്രിറ്റ് ഒക്കെ ചെയ്തിട്ട് ചുമ്മാ നിൽക്കുന്നവരാണ്, എന്ന് വെച്ചാൽ വേറെ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സയൻസ്, മാത്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. മാത്സ് ആൻഡ് സയൻസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, മാത്സും സയൻസും
ഗ്രാജുവേഷനിൽ പഠിച്ചവരായിരിക്കണം. മാത്സ് പഠിച്ചെങ്കിൽ 1-2 സബ്ജക്റ്റ് ആയിട്ട് ഏത് പഠിക്കണം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവരായിരിക്കണം എന്നുള്ളതാണ് മാത്സ് ആൻഡ് സയൻസിന്റെ പ്രത്യേകത. PCB എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം PCBയിൽ. PCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്. ഇതിൽ മാത്തമെറ്റിക്സ് ഏതെങ്കിലും ഒരു ടൈം പഠിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ബയോളജി സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ജോഗ്രഫി സെപ്പറേറ്റ് പറയുന്നുണ്ട്, സോഷ്യൽ സയൻസ് എടുത്ത് പറയുന്നുണ്ട്. ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പൊളിറ്റിക്സോ എക്കണോമിക്സോ പഠിച്ചവർക്ക് സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാം. ഹിസ്റ്ററി സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. PCBയും PCMഉം ഉള്ളവർക്കും എന്ത് ചെയ്യാം? ബയോളജിയിലൊക്കെ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണോ വരുന്നത്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ട് തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ വേണ്ടത് ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിന് എത്രയും വേണ്ടതെന്നുള്ള കാര്യം ആലോചിക്കുക. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വേണ്ടതെന്ന് ആലോചിച്ചോളുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ജോബുകൾ വേറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒന്ന് സയന്റിഫിക് സൂപ്പർവൈസർ അല്ലെങ്കിൽ എർഗണോമിക്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് സൂപ്പർവൈസറിന്റെ പോസ്റ്റാണ് വരുന്നത്. അതിന് നിങ്ങൾക്ക് 44,000 സാലറി തന്നെയാണ് വരുന്നത്. B1 ആണ് നിങ്ങളുടെ എന്ത് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്. B1 എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഓക്കെ ആണ്. A വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് മെഡിക്കൽ ചെക്കപ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. പക്ഷെ B1 അത്യാവശ്യം നമ്മുടെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോർമലായ ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. B1 അത്യാവശ്യം സെഡൻഡറി വർക്ക്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. 2nd ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഓർ ഫിസിയോളജി. നിങ്ങൾക്ക് സൈക്കോളജി അല്ലെങ്കിൽ ഫിസിയോളജിയിൽ 2nd ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. 2nd ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്തിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം? നിങ്ങൾക്ക് സൂപ്പർവൈസർ ആയതുകൊണ്ടാണ് മാസ്റ്റേഴ്സ് ഫിസിയോളജി അല്ലെങ്കിൽ സൈക്കോളജി. അതിൻ്റെ ഒപ്പം 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ സൈക്കോളജിക്ക് വേണ്ടിയായിട്ട് 2 വർഷം വർക്കും ചെയ്യണം. അപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോളജി ആൻഡ് സൈക്കോളജിയും വേണം, 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസും വേണം. പിന്നെ എന്താണ്? അല്ലെങ്കിൽ 2 ഇയർ റിസർച്ച് ഇൻ വർക്ക് സൈക്കോളജി. വർക്ക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പറിൽ 2 വർഷത്തിൻ്റെ റിസർച്ച് നിങ്ങൾ ചെയ്തവരായിരിക്കണം. ഓർ എന്നുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചിട്ടായാലും 2 വർഷത്തിൻ്റെ വർക്ക് സൈക്കോളജി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ് ട്രെയിനിങ് മൊഡ്യൂൾ ഓർ കണ്ടക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളൊരു സംഭവമാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? സയന്റിഫിക് സൂപ്പർവൈസറിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ കാര്യമാണ്. പിന്നെ എന്താണ്? ഇൻഡസ്ട്രിയൽ സൈക്കോളജി, എർഗണോമിക്സ്, കൗൺസിലിംഗ് വിത്ത് നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്താണ്? ഡിസൈറബിൾ ആണെന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതൊരു അഡീഷണൽ ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ എക്കണോമിക്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വേണ്ട സാധനം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് വരുന്ന മെയിൻ കാര്യമാണ് TGT ടീച്ചേഴ്സ്. TGT എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ എന്താണ്? ഡ്രോയിങ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള വാക്കൻസിയാണ് പറയുന്നത്. TGT തന്നെ ഡ്രോയിങ് ടീച്ചേഴ്സിനുള്ള വാക്കൻസി എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് വേണം? MA ഉണ്ടായിരിക്കണം. മാസ്റ്റേഴ്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ആർട്സ് കോളേജിൽ നിന്ന് ഡിഗ്രി എന്തിലെടുക്കണം? നിങ്ങൾ മാസ്റ്റേഴ്സ് നിങ്ങൾ എന്തിലെടുക്കണം? ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ എടുക്കണം. അല്ലെങ്കിൽ എന്താണ്? BA ഏതെങ്കിലും ഓണേഴ്സ് ഇൻ ആർട്ട് ആൻഡ് ആർട്ട് എഡ്യൂക്കേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡ്രോയിങ് ടീച്ചർ ആവണമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ BA ഓണേഴ്സ് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് ആർട്ട് എഡ്യൂക്കേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 2nd ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. പിന്നെ എന്താണ്? 2 വർഷത്തിൻ്റെ ഒരു ഫുൾ ടൈം ഡിപ്ലോമയും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതൊന്നും നമ്മൾ ചെയ്യുന്നവരായിരിക്കത്തില്ല. നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്നീ മാസ്റ്റേഴ്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആർട്സ് ആൻഡ് എഡ്യൂക്കേഷനിൽ എന്തുണ്ടായിരിക്കണം? BA ഓണേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്തുണ്ട്? മ്യൂസിക് ടീച്ചറായിട്ടും ഉണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് മ്യൂസിക് ടീച്ചറിലും ഉണ്ട്. അതിന് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കണ്ടീഷൻ എത്രയാണെന്ന് നോക്കിയേ. BA ഡിഗ്രി ബാച്ചിലേഴ്സ് എന്തിനു മതി? നിങ്ങൾക്ക് മ്യൂസിക്കിൽ ഉണ്ടായാൽ മ്യൂസിക് ഒരു സബ്ജക്റ്റ് ആയിട്ടെങ്കിലും ആസ് വൺ ഓഫ് ദ സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ എന്തിലും ബാച്ചിലേഴ്സ് എടുത്താലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ മ്യൂസിക്കിലാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തിനു അപ്ലൈ ചെയ്യാം? ഈ ഇംഗ്ലീഷ് എന്തിനു അപ്ലൈ ചെയ്യാം? മ്യൂസിക് ടീച്ചറിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 12th സ്റ്റേജ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് വിത്ത് എനി വൺ ഓഫ് ദ ഫോളോയിങ്. സംഗീത വിശാരദ് എക്സാമിനേഷൻ ഓഫ് ഗന്ധർവ മഹാവിദ്യാലയ മണ്ഡൽ ബോംബെയിലുള്ള ആ എക്സാമിനേഷൻ പാസ്സായവരോ അങ്ങനെ എന്തെങ്കിലും, സംഗീത വിശാരദ ലക്നൌവിലുള്ള എക്സാം പാസ്സായവരോ, ഫൈനൽ എക്സാമിനേഷനോ മധ്യ സംഗീത് മഹാവിദ്യാലയ ഗ്വാലിയർ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോമ്പറ്റൻസിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ BA ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ കൂടെ മ്യൂസിക് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവരും അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് പഠിച്ചവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ,
ഇനി അടുത്ത ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വരുന്ന കാര്യം ഗ്രാജുവേഷൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അതായത് PT സാർ എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അത് മെയിലാണ് വിളിച്ചിട്ടുള്ളത്. PT ഇൻസ്ട്രക്ടറിന് മെയിലാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഗ്രാജുവേഷൻ വിത്ത് ബാച്ചിലേഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗ്രാജുവേഷൻ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. കോമ്പറ്റൻസി ഇൻ ഇംപാർട്ടിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് മീഡിയം, എവിടെയെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒന്നി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ പറയുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ഉണ്ട്. അതിനും എന്താണ് അറ്റ്ലീസ്റ്റ് 50% മാർക്കിന് അഗ്രിഗേറ്റ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ്, ഏതെങ്കിലും ഒരു 50% മാർക്ക് ഉണ്ടായാൽ മതി. ഒന്നി ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 50% മാർക്ക് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ദാറ്റ് കമ്പ്യൂട്ടർ സയൻസ് മസ്റ്റ് ബി സ്റ്റഡി ഇൻ ഓൾ ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഒന്നി നിങ്ങൾക്ക് ഡിഗ്രി എന്തിന് വേണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCAയിൽ വേണം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ വേണം. കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റ് ആയിട്ട് 4 വർഷം പഠിച്ചവരായിരിക്കണം, ആ ഒരു മെയിൻ ഇയേഴ്സിൽ പഠിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ എന്ന് പറയുന്നത്. ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്തുണ്ടാവണം, BTech കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജക്ട് A ലെവൽ കോഴ്സ് ഫ്രം ഇതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ നിന്ന് എന്തെങ്കിലും A ലെവൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ ബേസിക്കലി ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ സയൻസിൽ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം, BTech ഉള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ബാച്ചിലേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിൽ തന്നെ ക്രാഫ്റ്റ് ടീച്ചറാണ്. ക്രാഫ്റ്റ് നേരത്തെ ഡ്രോയിങ് ടീച്ചർ ഉണ്ടായിരുന്നു, ഇവിടെ ക്രാഫ്റ്റ് ടീച്ചറാണ് പറയുന്നത്. അതിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ഫ്രം 12ാം ക്ലാസ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് 12th ക്ലാസ് പാസ്സായവരായിരിക്കണം. 2 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രെയിനിങ് ഇൻ ദ ട്രേഡ് ITAയിൽ നിന്ന് നിങ്ങൾക്ക് ക്രാഫ്റ്റിന് വേണ്ടി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയവരായിരിക്കണം. 2 വർഷത്തിൻ്റെ ITAയിൽ ഏതെങ്കിലും ക്രാഫ്റ്റ് റിലേറ്റഡ് ടോപ്പിക്സ് ട്രേഡാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ട്രേഡ് കൺസൾട്ട് ഫ്രം ITA ആയിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റൻസി ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ആണ് പ്രിഫറബിൾ ആയിട്ടുള്ള, മലയാളത്തിലല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. എല്ലാം PGT ടീച്ചേഴ്സ് ആയാലും TGT ടീച്ചേഴ്സ് ആയാലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. 2 ഇയേഴ്സ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാഫ്റ്റിന് പറയുന്നുണ്ട് കേട്ടോ, അതും കൂടെ പറയുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന മെയിൻ സംഭവം ഹോം സയൻസ് ടീച്ചറാണ്. ഹോം സയൻസ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിൽ ഹോം സയൻസ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മതി. ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ ഹോം സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതുപോലെ എന്താണ്, ഒന്നി ഡിപ്ലോമ ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ BSc ഹോം സയൻസ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അപ്പോൾ ഹോം സയൻസിനാണെങ്കിൽ എന്ത് വേണ്ട, B.Ed വേണ്ട, എന്ത് മതി, നമുക്ക് ഗ്രാജുവേഷൻ മാത്രം മതി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്ത് വേണ്ട, B.Edന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, ഗ്രാജുവേഷൻ ഇത്ര രീതിയിൽ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് വരുന്നത് മെയിൻ ആയിട്ടുള്ള വേറെ പോസ്റ്റുകൾ സയന്റിഫിക് അസിസ്റ്റന്റ് ഓർ ട്രെയിനിങ് പോസ്റ്റുകളാണ്. അത് പേ ലെവൽ 6 ആണ്, 35,000 ആണ് അവിടെ വരുന്നത് കേട്ടോ. 35,000 പുറത്താണ് ഇത് വരുന്നത്. 40,000 എബോവ് തന്നെ നമുക്ക് എന്ത് വരും, സാലറി വരും. അപ്പോൾ അതിൽ വേണ്ട സംഭവം നിങ്ങൾക്ക് 2nd ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. മാസ്റ്റേഴ്സ് ഡിഗ്രി സൈക്കോളജിയിലും വേണം. 1 ഇയർ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് സെന്റേഴ്സിലോ സൈക്കോളജിക്കൽ രീതിയിൽ എന്തെങ്കിലും ഇതെന്ത് ചെയ്തിരിക്കണം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം സയന്റിഫിക്കൽ അസിസ്റ്റന്റ് ഓർ ട്രെയിനിങ്ങിൽ കേട്ടോ. ഇനി അടുത്ത് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിനും 35,000 പുറത്ത് ഇതാണ് പറയുന്നത്. അതെങ്ങനെയാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രി എന്തിൽ വേണം നിങ്ങൾക്ക്, ഹിന്ദി ഓർ ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് പഠിക്കുന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം, കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആയതുകൊണ്ടാണ്. ഇംഗ്ലീഷും പഠിച്ചിരിക്കണം, ഹിന്ദി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് ഓർ ഇക്വലന്റ് ഇൻ എനി സബ്ജക്ട് അതർ ദാൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് ഹിന്ദി ആസ് എലക്റ്റീവ് സബ്ജക്ട്സ് ആസ് എന്ന് വെച്ചാൽ ഹിന്ദി നിങ്ങൾ എന്താണ് നിങ്ങളുടെ എലക്റ്റീവ് സബ്ജക്ട്. ഈ ഒരു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, ഹിന്ദി പഠിച്ചവരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉള്ളവർക്ക് മാത്രമേ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് തന്നെ വേണം കേട്ടോ. മാസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. ഇനി അടുത്ത സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അത് പേ ലെവൽ 6 ആണ്, 35,400 ആണ്. അതിന് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ആണ്.
അപ്പോൾ അതിനെന്ത് വേണം? ഒന്നീ ഡിഗ്രി ഉണ്ടായാൽ മതി, ഡിഗ്രി ആൻഡ് ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പബ്ലിക് റിലേഷൻസിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തിലായിരിക്കണം? അഡ്വർടൈസിങ്ങിലായിരിക്കണം, അല്ലെങ്കിൽ ജേർണലിസത്തിലായിരിക്കണം, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലായിരിക്കണം. ഇതിലേതെങ്കിലും, കാരണം സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടറാണ്, പബ്ലിസിറ്റി ആയതുകൊണ്ട് തന്നെ പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തിലൊക്കെ വേണം? ഒന്നീ പബ്ലിക് റിലേഷനിൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ജേർണലിസത്തിൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി ഉള്ളവരായിരിക്കും. ഒന്നീ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കേട്ടോ, വിത്ത് 2 years എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചീഫ് ലോ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ചീഫ് ലോ അസിസ്റ്റന്റിന് പേ സ്കെയിൽ 7 ആണ്, 44,000 ആണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇൻ ലോ ആണ് പറയുന്നത്, ഡിഗ്രി ഇൻ ലോ ആണ് പറയുന്നത്. ലോയിൽ എന്ത് വേണം? വിത്ത് 3 years സ്റ്റാൻഡിംഗ് പ്രാക്ടീസ് ആസ് പ്ലീഡർ അറ്റ് ബാർ. അപ്പോൾ എന്താണ്? ചീഫ് ലോ അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഡിഗ്രി നിങ്ങൾക്ക് എന്ത് വേണം? നമ്മുടെ ലോയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നു, 3 വർഷം സ്റ്റാൻഡിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. Serving railway employees who are law graduates are also eligible to apply for this post. റെയിൽവേ എംപ്ലോയീസിന് തന്നെ who are law graduates ആണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 5 years in any branch of railway administration വർക്ക് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ചീഫ് ലോ അസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഡിഗ്രി, ലോയിൽ ഡിഗ്രി ഉണ്ടായവരും ആയിരിക്കണം, അതുപോലെ തന്നെ എന്ത് പഠിച്ചവരായിരിക്കണം? 3 വർഷത്തിൻ്റെ സ്റ്റാൻഡിംഗ് പ്രാക്ടീസ് ഉള്ളവരായിരിക്കണം. ഇനി അടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന വേക്കൻസിയാണ്. അത് 44,900 എന്നുള്ള രീതിയിലാണ് സാലറി വരുന്നത്. ഗ്രാജുവേഷൻ വിത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഫ്രം റെക്കഗ്നൈസ് യൂണിയൻ വിത്ത് 5 years സ്റ്റാൻഡിംഗ് ആസ് ആൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവണമെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ചെയ്യുക. ഗ്രാജുവേഷൻ വിത്ത് 5 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ്. ചീഫ് ലോ അസിസ്റ്റന്റ് ആണെങ്കിൽ 3 വർഷത്തിൻ്റെ സ്റ്റാൻഡിംഗ് എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് കേട്ടോ, അത് ശ്രദ്ധിച്ചോളുക. അത് കഴിഞ്ഞ് ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലെ മറ്റൊരു പോസ്റ്റ് പറയുന്നുണ്ട്. അതിന് എത്രയാണ്? ഗ്രാജുവേറ്റ് വിത്ത് ബാച്ചിലേഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങൾ എന്ത് മതി? ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡിഗ്രി മാത്രമേ ചോദിക്കുന്നു. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ ജോലിയൊക്കെ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഗ്രാജുവേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്തുള്ള സംഭവം സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന 6th grade പേ സ്കെയിൽ വരുന്ന 35,000 വരുന്ന ഒരു സാലറി ഇതാണ് വരുന്നത്. അതിൽ വരുന്ന കാര്യം നോക്കാം. ഗ്രാജുവേഷൻ പ്ലസ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, ഡിഗ്രി പ്ലസ് എന്തെങ്കിലും ഒന്നും കൂടെ ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഇൻ ലേബർ ഓർ സോഷ്യൽ വെൽഫെയർ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലേബർ ലോ, LLB ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ആയിരിക്കണം, MBA വിത്ത് പേപ്പേഴ്സ് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് അവാർഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പേപ്പർ MBA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MBA അല്ലെങ്കിൽ HR അവാർഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഏതെങ്കിലും ഒരു HR ആയിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാജുവേഷൻ പ്ലസ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഡിപ്ലോമയോ ലേബർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിലോ, അല്ലെങ്കിൽ LLB ഉള്ളവർക്കോ, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ PG ഉള്ളവർക്കോ, MBAയിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഉള്ളവർക്കോ, അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ HR ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ലൈബ്രറിയൻ പോസ്റ്റിനാണെങ്കിലോ? ലൈബ്രറിയൻ പോസ്റ്റിനാണെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ? ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ്, 4 വർഷത്തിൻ്റെ ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിപ്ലോമ ഇൻ ലൈബ്രറിയൻഷിപ്പ്. ഡിപ്ലോമ ലൈബ്രറിയൻഷിപ്പിൽ ഡിപ്ലോമ ഉള്ളവർക്കോ, പക്ഷെ എന്ത് വേണം? നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം ഓഫ് ഡിപ്ലോമ ഇൻ എന്താണ്? ലൈബ്രറിയൻഷിപ്പ് ആണ് കേട്ടോ. ലൈബ്രറി സയൻസിൻ്റെ 4 വർഷത്തിൻ്റെ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിപ്ലോമ ഉണ്ടായാലും മതി. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ TGT ടീച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന മെയിൻ സംഭവമാണ് പ്രൈമറി ടീച്ചേഴ്സ്. പ്രൈമറി ലെവൽ ടീച്ചേഴ്സാണ്. അതിന് കുറച്ച് സബ്ജക്റ്റേ പറയുന്നുള്ളൂ കേട്ടോ. പ്രൈമറി ടീച്ചേഴ്സിൽ ആകെ ഇംഗ്ലീഷും സയൻസും മാത്സ്, പ്രൈമറി അല്ലേ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ്, സയൻസ്, മാത്സ്, ബംഗാളി പറയുന്നുണ്ട്, ഹിന്ദി പറയുന്നുണ്ട്, തമിഴ് പറയുന്നുണ്ട് കേട്ടോ. തമിഴ്, ഹിന്ദി, ബംഗാളി, മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്,
ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ് ഇതായി കൊടുത്തിരിക്കുന്നത്. ഒന്നീ നിങ്ങൾക്ക് എന്ത് വേണം, 12ാം ക്ലാസ് പഠിച്ചവരായിരിക്കണം വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ആൻഡ് 2 ഇയർ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. DLED 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് DLED പഠിച്ചവർക്കാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഏതിനു വേണ്ടി? പ്രൈമറി ടീച്ചറിന് വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ് പഠിച്ചതിന് ശേഷം 45% മാർക്കോടെ 2 ഇയർ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് NCTE എന്നാണ് പറയുന്നത്. അതായത് സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ 45% ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ, NCTEയിൽ നിന്നാണെങ്കിൽ. ഇനി അടുത്ത് 12th എഡ്യൂക്കേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ആൻഡ് 4 ഇയർ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, ബാച്ചിലേഴ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ താഴോട്ട് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആൻഡ് 2 ഇയർ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ആൻഡ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ, BEd കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ വിത്ത് BEd ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 55% മാർക്ക് ആൻഡ് 3 ഇയർ ഇൻ്റഗ്രേറ്റഡ് BEd ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ PGT ഈ പറയുന്ന പ്രൈമറി റെയിൽവേ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ ഒന്നി 12ാം ക്ലാസ് യോഗ്യത പ്ലസ് DLED ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞവരായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഗ്രാജുവേഷൻ വിത്ത് BEd കഴിഞ്ഞവരായിരിക്കണം. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് BEd കഴിഞ്ഞവരായിരിക്കണം. ആ ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണുള്ളത്? ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ബംഗാളി ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്. 18 തൊട്ട് 48 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചവരാണ്, ഈ പറയുന്ന എഡ്യൂക്കേഷൻ എലമെന്ററി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരാണ്, BEd ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് മ്യൂസിക് ടീച്ചറിന്റെ സെപ്പറേറ്റ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. മ്യൂസിക് ടീച്ചറിനാണെങ്കിൽ എന്താണ്, BA ഡിഗ്രി വിത്ത് മ്യൂസിക്. BA എന്ത് വേണം, മ്യൂസിക്കിൽ ഡിഗ്രി ഉണ്ടായവരായിരിക്കണം, ഡിഗ്രിയിൽ മ്യൂസിക്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 12th സ്റ്റേജ് ഉണ്ടായിരിക്കണം വിത്ത് ഏതാണ്, ഇതിലേതെങ്കിലും പഠിച്ചവരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അതെന്താണ്, BA ഡിഗ്രി വിത്ത് മ്യൂസിക് ആസ് എനി വൺ ഓഫ് ദ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മ്യൂസിക് ടീച്ചറിന്, അത് തന്നെയാണ് സെയിം ആയിട്ട് പറയുന്നത്. അത് ഇതിലും പറയുന്നുണ്ട്, പ്രൈമറി ടീച്ചറിൽ. ഇനി അടുത്ത ലബോറട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലോ, ലബോറട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, 4th പേ സ്കെയിലാണ്, 25,000 അടുപ്പിച്ചാണ് സാലറി വരുന്നത്. അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th സ്റ്റേജ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് സയൻസ് ആൻഡ് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ പത്തോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ലബോറട്ടറി. ഏതെങ്കിലും ബയോകെമിക്കൽ ലാബിൽ എന്തെങ്കിലും വർക്ക് ചെയ്തവർ, 1 വർഷത്തെ എക്സ്പീരിയൻസ്, 12ാം ക്ലാസ് പാസ്സായവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 12ാം ക്ലാസ് കഴിഞ്ഞ് സയൻസിൽ തന്നെ ആയിരിക്കും കേട്ടോ. സയൻസിൽ 12ാം ക്ലാസ് പാസ്സായവരും അതുപോലെ തന്നെ 1 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ലാബിൽ വർക്ക് ചെയ്തവർക്കും ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ MLT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി അടുത്ത ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് ആണെങ്കിൽ പേ സ്കെയിൽ 2 ആണ്. ഏകദേശം 20,000 അടുപ്പിച്ചാണ് സാലറി വരുന്നതെങ്കിലും അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 12th ക്ലാസ് ഇക്വലന്റ് വിത്ത് സയൻസ് ഫിസിക്സ് ആസ് സബ്ജക്റ്റ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. 12ാം ക്ലാസ് ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആയതുകൊണ്ടാണ് സാലറി സ്കെയിൽ 20,000 വരുന്നത് കേട്ടോ. അപ്പോൾ 12th പാസ്സാണെങ്കിൽ, 12th സയൻസിൽ പാസ്സായവരാണെങ്കിൽ, 12th സയൻസിൽ പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ ഒരു ക്വാളിഫിക്കേഷനും ചോദിക്കുന്നില്ല. അപ്പോൾ ഇത്ര പോസ്റ്റുകളാണ് ആകെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അതിനനുസരിച്ച് പഠിക്കാനും കൂടെ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, ഇത് ഇത്രയാണ് വരുന്നത് കേട്ടോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാം വരുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണ്, നിങ്ങൾ അതിൽ എലിജിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തേക്കുക. അതിൽ കൂടെ നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാമല്ലോ ഫീസിൻ്റെ കാര്യം എല്ലാം നമ്മൾ പറഞ്ഞതാണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് മിനിമം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചാൽ മതി. കാരണം ചിലപ്പോൾ ഒരു ദിവസമാണ് എക്സാം വരുന്നതെങ്കിൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. മാക്സിമം ഒന്നിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്